ഇപ്പൊ എങ്ങനെയുണ്ട് സർ? തലയ്ക്ക് നന്നായിട്ട് വേദനയുണ്ട് ഡോക്ടർ. ഡോക്ടർ, അദ്ദേഹത്തിന്റെ മുറിവുകളുടെ വേദന മാറാനായിട്ട് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുത്തോടെ? പെയിൻ കില്ലർ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ മരുന്ന് മാറ്റാനാണ്. നിങ്ങളൊന്ന് കരയാതിരിക്കാൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? നത്തിങ് ടു വറി. ഒരു 4 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളൂ. പ്ലീസ് ക്യാരി ഓൺ. ASP വന്നിരിക്കുന്നു, സംസാരിക്കൂ. നമസ്കാരം. നമസ്കാരം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മേലെ കൈവെക്കണമെങ്കിൽ എന്ത് ധൈര്യം ഉണ്ടാവണം? നിങ്ങൾ ഒരു കംപ്ലൈന്റ് തരൂ, അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവൻ ജന്മത്തെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവണ്ണം ഞാൻ ചെയ്യാം. എന്ത് ചേട്ടാ, എന്താ നിങ്ങളൊന്നും പറയാത്തെ? നിങ്ങൾ ഇങ്ങനെ ചെയ്ത അക്രമികളെ വെറുതെ വിടരുത് ചേട്ടാ. അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം. ആരാന്ന് പറയാ ചേട്ടാ? Come on, tell me. എഴുതിക്കോളൂ. എന്താ സംഭവിച്ചതെന്ന് ധൈര്യമായിട്ട് പറയൂ. കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് നീ എവിടെയെങ്കിലും പോയാ നിന്റെയും നിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും ശവം മാത്രമേ വീട്ടിൽ കാണൂ. ചേട്ടാ, അത് പറയരുത്. നിങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്. പറയൂ. പറയൂ സർ, എന്തിനാ പേടിക്കുന്നേ? നിങ്ങളിങ്ങനെ ദ്രോഹിച്ചത് അയ്യപ്പന്റെ മകനാണെന്ന് നിങ്ങളുടെ അസിസ്റ്റൻസിനെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഈ കംപ്ലൈന്റ് പേപ്പറിൽ ജസ്റ്റ് ഒരു സൈൻ ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇല്ല, എന്നെ ആരും അടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആരോ റോങ് ഇൻഫർമേഷൻ തന്നതാ. എനിക്ക് ആക്സിഡന്റ് ആയതാ. നോ സർ, നിങ്ങൾ നുണ പറയാണ്. എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ സർവേ എടുക്കാൻ പോയ സ്ഥലത്ത് വെച്ച് മാദേശും അവന്റെ കൂട്ടുകാരും നിങ്ങളെ അറ്റാക്ക് ചെയ്തതാണ്. ഇല്ല, എന്നെ ആരും അറ്റാക്ക് ചെയ്തിട്ടില്ല. പ്ലീസ് എന്നെ വിടൂ. ലീവ് മീ അലോൺ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. ദയവേത് നിങ്ങൾ ഇതിലൊന്നും ഇടപെടരുത് പ്ലീസ്. അനങ്ങിപ്പോരുത്. വാറന്റ്, സെർച്ച് വാറന്റ് ഉണ്ട്. അതെ ASP, ഞാൻ തന്നെ ഒരു ഗവൺമെന്റാ. എന്റെ മകന് തന്നെ വേണോ ഈ വാറന്റ്? ഏയ്, ദൈവത്തിന്റെ സ്വന്തം നാട്ടില് ഇനി നിന്റെ അഴിഞ്ഞാട്ടങ്ങൾ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നീ എത്ര കാലം ജീവിക്കുമെന്ന് നിനക്ക് തന്നെ ഉറപ്പില്ല. വാറന്റ് കണ്ട് തുള്ളിച്ചാടുന്നു. നിയമം നീ പണ്ട് നട്ടുവച്ച വാഴത്തയ്യല്ല. നിനക്ക് ആവശ്യമുള്ളപ്പോ വെട്ടി പന്തിലിടാൻ. അതല്ല ഇവിടെ എന്റെ മകൻ എന്ത് തെറ്റ് അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നേ? നമ്പർ 1, സർക്കാർ വക ഭൂമി അതിക്രമിച്ച് കൈയേറിയതിന്, കോടികൾ വിലമതിക്കുന്ന ഗ്രാനൈറ്റ് കൊള്ളയടിച്ചതിന്. നമ്പർ 2, സർവേ എടുക്കാൻ വന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന്. നമ്പർ 3, അതിലൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ശ്രമിച്ചതിന്. നമ്പർ 4, അയാൾ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ അയാളുടെ കുടുംബത്തോടെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. അതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ സാക്ഷികളുണ്ടോ? ഈ അറുകുലം ഭൈരവൻ എന്ന് പറയുന്ന ഭൈരവൻ നിന്റെ മകനും അവന്റെ അലവലാതി ഫ്രണ്ട്സിനും ഇവൻ കൈമണി. ഇനി നിങ്ങളുടെ കളിയൊന്നും നടക്കില്ല അയ്യപ്പ. മര്യാദയ്ക്ക് അവനോട് സറണ്ടർ ആവാൻ. എന്താ പറഞ്ഞ്? ഇന്നലെ വരെ എനിക്ക് സല്യൂട്ട് ചെയ്തിട്ട് ഇന്ന് എന്നെ വേട്ടാൻ വന്നിരിക്കുന്നു. എന്റെ മേലാധികാരി നിനക്ക് അടിമയായിരുന്നപ്പോ ഞാൻ നിന്നെ സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആക്ഷൻ എടുക്കുന്ന ഓഫീസർ കൂടെയുള്ളപ്പോ നിന്നെ തല്ലാൻ ഞാൻ മടിക്കില്ല. ഞാൻ നിന്നെ തല്ലില്ല അയ്യപ്പ. ഇനി SIയുടെ മേലെയല്ല, ഒരു PC-യുടെ മേലെ നീ കൈവച്ചാൽ, ഇപ്പൊ നീ പേടിച്ച് വേർച്ച് കൈ വെച്ചിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവന്റെ ബൂട്ട്സ് കാലുകൊണ്ട് ചവിട്ടി ഞെരിച്ചു കളയും. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ നീ തന്നെ നിന്റെ മകനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലെങ്കിൽ അടുത്ത 12-ാം ദിവസം നീ തന്നെ നിന്റെ മകന് ശേഷക്രിയ ചെയ്യേണ്ടി വരും. മൈൻഡ് ഇറ്റ്.
മാഡം ഇവിടെ എല്ലായിടവും അരിച്ചു പെറുക്കി, പക്ഷെ ഇവിടെ ആരുമില്ല. Move! Yes, madam. She is the fiber of the world. She is the meaning of a God. She will conquer you all. She makes the world go round. She has the power of a man. She will conquer you all. മാതേഷ് അസ്മാ, എന്താ പറ്റി? എടാ തെണ്ടി, വിടറെന്റെ മകളെ. എന്ത് അഹങ്കാരമാടാ നിനക്ക്! എന്റെ അച്ഛന്റെ മേത്ത് കൈവെക്കാനുള്ള ധൈര്യം വന്നു നിനക്ക്. ഏയ് ഏയ്, എന്റെ അടുത്താണോ ശബ്ദം ഉണ്ടാക്കുന്നത്? ഏയ്, എടുത്തിട്ട് പോടാ. ഈ കൈയുണ്ടല്ലേ നീ എന്റെ അച്ഛനെ പിടിച്ച് തള്ളിയിട്ടത്, അതെനിക്ക് വേണം. എന്റെ അച്ഛനെ തള്ളിയിട്ടതിനാ ഈ കൈയെടുത്തത്. ഈ മാതേഷ് ആരെയും തൊടാറില്ല. അഥവാ തൊട്ടാലോ അവന്റെ ജീവൻ എടുക്കാതെ വിടൂല്ല. നിന്റെ ജീവൻ അതെനിക്ക് വേണം, ഇപ്പൊ തന്നെ വേണം. എത്ര ക്രൂരമായിട്ടാ എടുക്കാനൊക്കെ വന്നത്. എന്റെ നിങ്ങൾക്ക് എന്ത് പാവം ചെയ്ത്. എടാ മാതേഷ്, നീ നന്നാവില്ലടാ. നീ ഒരിക്കലും നന്നാവില്ലടാ. ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. നമ്മൾ രണ്ടുപേരും ഇവിടെ എന്താ സ്വിം ചെയ്യാനാ വന്നിരിക്കുന്നേ? യാ, കം ഓൺ, നീയും വാ. ഓ, ഞാനും വരണോ? കൈതാ. ഏയ് സൗമ്യ, നിക്ക്. ഓടല്ലേ. നിക്കാൻ സൗമ്യ, നിക്കാൻ. ഏയ്, അവിടെ നിക്കാനല്ലേ പറഞ്ഞേ? സൗമ്യ, ഏയ്.